السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن سيدنا محمدًا عبده ورسوله صلى الله عليه وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. صدق الله العظيم. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ഈ മഹല്ലത്തിൻ്റെയും ഈ മദ്രസയുടെയും ഭാരവാഹികൾ, ഇതിൻ്റെ കർമ്മനിരതരായ പ്രവർത്തകന്മാർ, പ്രത്യേകിച്ചും സെക്രട്ടറി ബഹുമാനപ്പെട്ട സിദ്ദീഖ് ഹാജി അവറുകൾ, എല്ലാ കാര്യങ്ങൾക്കും മുന്നിൽ നിന്ന് നമുക്ക് നേതൃത്വം നൽകുന്ന നമ്മുടെ ഈ മദ്രസയുടെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഹാജി, എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എൻ്റെ ഒരു മുറബി കൂടിയാണ്, മുറബിയായ പിതാവെന്ന് പറയാം. വർഷങ്ങളായി എനിക്ക് ഭക്ഷണവും സ്നേഹവും ഒരുമിച്ച് നൽകിക്കൊണ്ട് കൂടെ നിൽക്കുന്ന വ്യക്തിത്വം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നിലക്കുമുള്ള ഐശ്വര്യം പ്രദാനം ചെയ്യുമാറാവട്ടെ. അതുപോലെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നല്ലവരായ വിശ്വാസികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ നമ്മിൽ നിന്ന് ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. മഹാന്മാരാകുന്ന അസ്ഹാബുൽ ബദറിന്റെ പേരിലുള്ള മജ്ലിസ് നൂർ ചൊല്ലിയ സദസ്സിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ആ അസ്ഹാബുൽ ബദറിന്റെ ബറക്കത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ആ അസ്ഹാബുൽ ബദറിനെ സ്മരിച്ചുകൊണ്ട് നാം ഇവിടെ ഒരുമിച്ച് കൂടി ഇവിടെ ഒത്തുചേർന്നിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ട, നമ്മുടെ മനസ്സുകൾ കടന്നു പോകേണ്ട ചില ചിന്തകളിലേക്ക് മാത്രം നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കാം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കോടാനുകോടി വരുന്ന സൃഷ്ടികളിൽ കേവലം ഒരു സൃഷ്ടിയായി പടച്ചു വിട്ടവരാണല്ലോ നാം ആകുന്ന മനുഷ്യവർഗം. ആ മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചതെന്തിനാണ്? അവനക്ക് വേണ്ടയെല്ലാം നൽകിക്കൊണ്ട് അവനെ സൃഷ്ടിച്ച് ഈ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചതെന്തിനാണ്? നാം ഇന്ന് ജീവിക്കുന്നത് പോലെ നമ്മുടെ ജീവിതം വെറുതെ കളയാനാണെന്നു നമ്മുടെ ഇന്നത്തെ ആധുനിക സാഹചര്യത്തിലെ ആധുനിക സമൂഹത്തിലെ ആളുകളുടെ ജീവിതം എടുത്ത് പരിശോധിക്കുമ്പോൾ എന്തിനു വേണ്ടി ജീവിക്കുന്നു, ഞാൻ എവിടെ നിന്ന് വന്നു, എവിടേക്ക് പോകുന്നു എന്നൊരു ലക്ഷ്യമില്ലാതെ, ലക്ഷ്യബോധമില്ലാത്ത ജീവിതം നയിക്കുന്ന, നിലയില്ലാതെ അലയുന്ന നൗകയെ പോലെയുള്ള ജീവിതം നയിക്കുന്ന സമൂഹമായി ഇന്നത്തെ ആധുനിക സമൂഹം മാറിക്കഴിഞ്ഞപ്പോൾ പ്രിയമുള്ളവരെ, നാം നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യബോധം തിരിച്ചറിയേണ്ടതുണ്ട്. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പടച്ചു വിട്ടിട്ടുള്ളത്? ആ ദൗത്യം നിറവേറ്റാൻ നമ്മെ കൊണ്ട് സാധിക്കുന്നുണ്ടോ? തന്റെ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടിമയായി ജീവിക്കുന്ന നാം ആ ദൗത്യം കൃത്യമായി നിറവേറ്റുന്നുണ്ടോ?
അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മറന്നുകൊണ്ട് അല്ലാഹുവിൽ നിന്ന് അകന്നുകൊണ്ട് അവന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പാടെ തിരസ്കരിച്ചുകൊണ്ട് ആധുനിക സമൂഹത്തിലെ ആളുകൾ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമുക്ക് അല്ലാഹുവിനെ മറക്കാൻ സാധിക്കുമോ? അല്ലാഹുവിനെ മറന്നുകൊണ്ടുള്ള ജീവിതം നമുക്ക് സാധിക്കുമോ? നാം നമ്മുടെ ജീവിതം എന്നെടുത്ത് പരിശോധിച്ചാൽ നാം ഇന്ന് അഹങ്കരിച്ചുകൊണ്ട് അഹന്ത നടിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ നാം ഇന്ന് കാണുന്ന ഈ കോലത്തിൽ ആയി മാറിയിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ കാരണക്കാരനായിട്ടുള്ളത് ആരാണ്? നാം എവിടെ നിന്നാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്? നാം എങ്ങനെയാണ് ഈ ഭോഗത്തേക്ക് സംജാതമായതെന്ന് പരിശോധിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുക്കി വെച്ചിട്ടുള്ള അവന്റെ അനുഗ്രഹങ്ങളെല്ലാം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് നാം ഇന്ന് ഈ കാണുന്ന രൂപത്തിൽ ഇവിടെ ഓരോരുത്തരും ഇരിക്കുന്നത് എന്ന പൂർണ്ണബോധം നമുക്കുണ്ടായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ പറ്റി, ഒരു മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ ഘടകങ്ങളെ പറ്റി പരിശുദ്ധ ഖുർആനിലൂടെ നമ്മോട് വിശദീകരിച്ചു തരുന്നില്ലയോ? അതിനെപ്പറ്റി മനസ്സിരുത്തി ആലോചിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ആധുനിക ശാസ്ത്രം പോലും കണ്ടെത്തുന്നതിന്റെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ സൃഷ്ടിപ്പിന്റെ രഹസ്യങ്ങൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞില്ലയോ? ആധുനിക ശാസ്ത്രത്തിന് പോലും പിടികിട്ടാ അവസ്ഥയിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പരിശുദ്ധ ഖുർആൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞില്ലയോ മനുഷ്യനെ എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത് എന്ന്? അല്ലാഹു അവന്റെ പരിശുദ്ധ ഖുർആനിലൂടെ ആ മനുഷ്യ സൃഷ്ടിപ്പിന്റെ ഓരോ ഘടകങ്ങളെയും സൂക്ഷ്മമായി നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ നമ്മോട് ഉണർത്തിയില്ലേ, വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ من طين ثم جعلناه نطفة في قرار مكين ثم خلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحما ثم أنشأناه خلقا آخر. മനുഷ്യ സൃഷ്ടിപ്പിന്റെ ഓരോ ഘട്ടങ്ങളെയും പരിശുദ്ധമായ ഖുർആൻ നമുക്ക് വിശദീകരിച്ചു തരുമ്പോൾ ഈ വിശദീകരണം കേട്ടുകൊണ്ട് ആധുനിക ശാസ്ത്രജ്ഞന്മാർ പോലും അത്ഭുതപ്പെട്ടു പോവുകയാണ്. കാരണം അവരെല്ലാം ഇതിന്റെ രഹസ്യങ്ങൾ കണ്ടെത്തുന്നതിന്റെ എത്രയോ മുമ്പ് പരിശുദ്ധമായ ഖുർആൻ ഈ രഹസ്യങ്ങളെല്ലാം ലോകത്തോട് വിളിച്ചു പറഞ്ഞിരുന്നു. ഇതിൽ അത്ഭുതപ്പെട്ടുകൊണ്ട് ലോകത്തിലെ പ്രശസ്തമായ ശാസ്ത്രകാരന്മാർ ആ ഖുർആനിന്റെ അത്ഭുതത്തെപ്പറ്റി, ഖുർആനിന്റെ വിസ്മയത്തെപ്പറ്റി ലോകത്തോട് വിളിച്ചു പറയുകയുണ്ടായി. ലോക പ്രശസ്ത അനാട്ടമിസ്റ്റ് ആയിരുന്ന പ്രൊഫസർ കീത്ത് മൂർ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ, അദ്ദേഹം പരിശുദ്ധമായ ഖുർആനിലെ അത്ഭുതങ്ങളെ പറ്റി, ഖുർആനിന്റെ പ്രതിപാദ്യങ്ങളെ പറ്റി, ഖുർആനിലെ ശാസ്ത്ര സത്യങ്ങളെ പറ്റി ഒരുപാട് പഠനം നടത്തിയ വ്യക്തിയാണ്. അദ്ദേഹം ഈ പരിശുദ്ധ ഖുർആന്റെ വെളിപ്പെടുത്തൽ കണ്ട് അത്ഭുതപ്പെട്ടുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, ഇറ്റ് ഹാസ് ബീൻ എ ഗ്രേറ്റ് പ്ലഷർ ഫോർ മീ ടു ഹെൽപ് clarify the statements of the Quran. പരിശുദ്ധമായ ഖുർആനിന്റെ ശാസ്ത്ര സത്യങ്ങളെ വിവരിക്കാൻ എന്നെ കൊണ്ട് സാധിക്കുന്നു എന്നത് എനിക്ക് വളരെയധികം സന്തോഷം നൽകുന്ന കാര്യമാണ്. കാരണം ഇത് ശാസ്ത്രം ഇതിന്റെ രഹസ്യങ്ങൾ കണ്ടെത്തുന്നതിന്റെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആ സത്യങ്ങൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഒരു ദൈവത്തിൽ നിന്നുള്ള വചനങ്ങളാണ്. അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി പഠനം നടത്തുന്നത്, അതിനെ ലോകത്തിന് വിശദീകരിച്ചു കൊടുക്കുന്നത് എനിക്ക് വളരെയധികം സന്തോഷം നൽകുന്ന കാര്യമാണെന്ന് ലോക പ്രശസ്ത അനാട്ടമിസ്റ്റും എംബ്രോളജിസ്റ്റുമായിരുന്ന പ്രൊഫസർ കീത്ത് മൂർ ലോകത്തോട് വിളിച്ചു പറയുകയാണ്. അതുപോലെ ലോക പ്രശസ്തനായിരുന്ന ഫ്രഞ്ച് സർജനായിരുന്ന ഡോക്ടർ മോറിസ് ബുക്കായി അദ്ദേഹത്തിന്റെ വിശ്വവിഖ്യാത ഗ്രന്ഥമായ ദ ബൈബിൾ, ഖുർആൻ ആൻഡ് സയൻസ് എന്ന വിഖ്യാതമായ ഗ്രന്ഥത്തിലൂടെ പരിശുദ്ധ ഖുർആനിന്റെ വിസ്മയങ്ങളെ പറ്റി അദ്ദേഹം അത്ഭുതപൂർവ്വം പ്രതിപാദിക്കുന്നുണ്ട്. അദ്ദേഹം പറയുകയാണ്, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് അന്ധവിശ്വാസം മാത്രം അലയടിച്ചു കൊണ്ടിരുന്ന ഒരു സമൂഹത്തിൽ പരിശുദ്ധ ഖുർആൻ ശാസ്ത്രങ്ങളോട് യോജിക്കുന്ന, ശാസ്ത്രം ഇന്ന് കണ്ടെത്തിയിട്ടുള്ള നിഗമനങ്ങളോട് യോജിക്കുന്ന രീതിയിൽ the Quran set 4 statements
ഓൺ ഹ്യൂമൻ റിപ്രൊഡക്ഷൻ, മനുഷ്യന്റെ പ്രത്യുൽപാദനത്തെ പറ്റി, മനുഷ്യന്റെ സംഭവ വികാസങ്ങളെ പറ്റി, അവന്റെ ജീവിതത്തിന്റെ ഓരോ പ്രവർത്തനങ്ങളെ പറ്റിയും അവന്റെ ജന്മത്തിന്റെ ഓരോ ഘട്ടങ്ങളെ പറ്റിയും പരിശുദ്ധ ഖുർആൻ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് അന്ധവിശ്വാസം മാത്രം കൈമുതലാക്കി ജീവിച്ചിരുന്ന ഒരു സമൂഹത്തിനോട് വിളിച്ചു പറഞ്ഞിരുന്നു. നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ് ആ ശാസ്ത്ര സത്യങ്ങൾ ശാസ്ത്രത്തിന് പോലും കണ്ടെത്താൻ സാധിക്കുന്നത് എന്ന് അത്ഭുതപൂർവ്വം അദ്ദേഹം പ്രസിദ്ധമായ അദ്ദേഹത്തിന്റെ ദ ബൈബിൾ, ഖുർആൻ ആൻഡ് സയൻസ് എന്ന ഗ്രന്ഥത്തിലൂടെ ലോകത്തോട് വിളിച്ചു പറയുകയാണ്. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജന്മത്തെപ്പറ്റി ഓരോ ഘട്ടങ്ങളെയും പരിശുദ്ധ ഖുർആനിലൂടെ വിശദീകരിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കായി ഒരുക്കി വെച്ചിട്ടുള്ള, നമുക്കവൻ സംവിധാനിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളെപ്പറ്റി നാം മനസ്സിരുത്തി ആലോചിക്കേണ്ടതുണ്ട്. നാം ഇന്ന് അഹങ്കരിച്ചുകൊണ്ട്, അള്ളാഹുവിനെ മറന്നുകൊണ്ട്, ഞാൻ വലിയ പ്രതാപിയാണ്, ഞാൻ വലിയ സമ്പന്നനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നാം നമ്മുടെ രണ്ട് കാലിൽ എഴുന്നേറ്റ് നടക്കുമ്പോൾ, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ കൊണ്ടല്ലേ ഇന്ന് കാണുന്ന രൂപത്തിൽ നാം ജീവിച്ചു പോകുന്നത്. നമുക്ക് രൂപം നൽകിയവൻ അല്ലാഹുവാണ്, നമുക്ക് കൈ നൽകിയവൻ അല്ലാഹുവാണ്, നമുക്ക് കാല് നൽകിയവൻ അല്ലാഹുവാണ്, നമുക്ക് ജീവിക്കാൻ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും നൽകിക്കൊണ്ട് നമ്മെ ലോകത്തേക്ക് പറഞ്ഞയച്ചവൻ അല്ലാഹുവാണ്. ആ അല്ലാഹുവിനെ മറന്നുകൊണ്ട്, അവന്റെ അനുഗ്രഹങ്ങളെ തിരസ്കരിച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു വിശ്വാസിക്ക് ജീവിക്കാൻ സാധിക്കുക? നമ്മുടെ ശരീരത്തിന്റെ ഏതൊരു പ്രവർത്തനം എടുത്ത് പരിശോധിച്ചാലും അല്ലാഹുവിനെ സ്തുതിക്കാതെ, അല്ലാഹുവിനെ ഓർക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. നമ്മുടെ ശരീരത്തിന്റെ ഏത് അവയവമെടുത്ത് പരിശോധിച്ചാലും, ഏത് അവയവത്തിന്റെ പ്രവർത്തനമെടുത്ത് സൂക്ഷ്മമായി നിരീക്ഷിച്ചാലും അല്ലാഹുവിനെ സ്തുതിക്കാതെ, അല്ലാഹുവിനെ ഓർക്കാതെ നമുക്ക് കടന്നു പോകാൻ സാധിക്കുകയില്ല. നമ്മുടെ ശരീരത്തിൽ ഓരോ ദിവസവും നടക്കുന്ന പ്രവർത്തനങ്ങളെ പറ്റി നാം ആലോചിച്ചിട്ടുണ്ടോ? നാം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ, നാം ഭക്ഷണം കഴിക്കുമ്പോൾ, നാം എഴുന്നേറ്റ് നിൽക്കുമ്പോൾ, നാം കിടന്നുറങ്ങുമ്പോൾ തുടങ്ങി നാം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളെയും നാം ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ എന്തൊക്കെയാണ് നാം എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? പ്രിയമുള്ളവരെ, നാം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ യഥാർത്ഥത്തിൽ നടക്കുന്നത് എന്താണ്? നമുക്ക് ഭയങ്കരമായ ദാഹം അനുഭവപ്പെടുമ്പോൾ നാം പറയാറുണ്ട്, എനിക്കെന്റെ ശരീരം കത്തുന്നത് പോലെ ഒരു എരിച്ചിലും പുകച്ചിലും ഒക്കെ ശരീരത്തിൽ അനുഭവപ്പെടുന്നു എന്ന്. ആ എരിച്ചിലിനെയും പുകച്ചിലിനെയും ആ കത്തലിനെ മാറ്റാൻ വേണ്ടി നമ്മൾ ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് കുടിക്കുന്നു. അതോടെ നമ്മുടെ ആ പുകച്ചിൽ, ആ ശരീരത്തിന്റെ കത്തൽ മാറുന്നു, ശരീരത്തിന് നല്ല ആശ്വാസം ലഭിക്കുന്നു. എന്നാൽ ഇതിന്റെ പിന്നിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ, ഇതിന്റെ പിന്നിൽ നടക്കുന്ന സംഭവ വികാസങ്ങളെ പറ്റി ആലോചിച്ചാൽ ഒരു വിശ്വാസിക്ക് അവന്റെ സൃഷ്ടാവായ അള്ളാഹുവിനെ സ്തുതിക്കാതെ, അവന്റെ സൃഷ്ടാവായ അള്ളാഹുവിനെ ഓർക്കാതിരിക്കാൻ കഴിയുകയില്ല. നമ്മുടെ ശരീരത്തിലെ പ്രധാനപ്പെട്ട അവയവമാണല്ലോ നമ്മുടെ തലച്ചോറെന്ന് പറയുന്നത്. ആ ബ്രെയിനിന്റെ ഉള്ളിലുള്ള ചെറിയൊരു ഭാഗമാണ് ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത്. ഈ ഹൈപ്പോതലാമസ് എന്ന് പറയുന്ന വളരെ ചെറിയ ഒരു അവയവമാണ് നമ്മുടെ ശരീരത്തിലെ. കേവലം ചെറിയ ഒരു മുന്തിരിയുടെ അത്ര വലുപ്പം വരുന്ന, കേവലം 4 ഗ്രാം മാത്രം തൂക്കം വരുന്ന ഒരു ചെറിയ അവയവം. ഈ അവയവം നമ്മുടെ ശരീരത്തിലെ ഒരു കമാൻഡ് സിസ്റ്റമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ശരീരത്തിന് വേണ്ട നിർദ്ദേശങ്ങൾ ഒരു കമാൻഡറെ പോലെ നൽകിക്കൊണ്ട്, നമുക്ക് വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കാനുള്ള നിർദ്ദേശം നൽകി, നമുക്ക് ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കണമെന്ന സിഗ്നൽ നൽകിക്കൊണ്ട്, നമുക്ക് നമ്മുടെ ശരീരത്തിന് വേണ്ട കമാൻഡുകൾ നൽകിക്കൊണ്ട് ഒരു കമാൻഡ് സിസ്റ്റമായി പ്രവർത്തിക്കുന്ന അവയവമാണ് ഈ ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത്. നമുക്ക് ദാഹിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ ജലാംശം കുറഞ്ഞുകൊണ്ട്, നമ്മുടെ ശരീരത്തിന് ജലാംശം ആവശ്യമുണ്ട്, വെള്ളത്തിന്റെ ആവശ്യമുണ്ട് എന്ന നിർദ്ദേശം ആ ഹൈപ്പോതലാമസ് നമ്മുടെ ശരീരത്തിന് നൽകുമ്പോഴാണ് നമുക്ക് വെള്ളം കുടിക്കാനുള്ള ആവശ്യം വരുന്നത്, നമുക്ക് വെള്ളം കുടിക്കാൻ ദാഹം അനുഭവപ്പെടുന്നത്. അവിടെ നാം ആലോചിക്കേണ്ട കാര്യം, വെള്ളം എന്ന് പറയും യഥാർത്ഥത്തിൽ എന്താണ്? നമുക്കറിയാം വെള്ളത്തിന്റെ രാസനാമം എന്താണ്, എന്തെല്ലാം ചേർന്നുകൊണ്ടാണ് വെള്ളം ഉണ്ടാകുന്നത്. H2O. H2 എന്നാണല്ലോ വെള്ളത്തിന്റെ രാസനാമം. അതായത് ഹൈഡ്രജനും ഓക്സിജനും ചേർന്നുകൊണ്ടുള്ള ഒരു മിശ്രിതം. ഓക്സിജൻ എന്ന വാതകവും ഹൈഡ്രജൻ എന്ന വാതകവും ചേർന്നുകൊണ്ട്
ഒരു ദ്രാവക രൂപത്തിലായി നമുക്ക് വെള്ളമായി ലഭിക്കുന്നു. അത് കുടിക്കുമ്പോൾ നമ്മുടെ ദാഹം മാറുന്നു, നമ്മുടെ ശരീരത്തിന്റെ എരിച്ചിൽ, നമ്മുടെ ശരീരത്തിന്റെ കത്തൽ മാറുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് ഈ ഹൈഡ്രജൻ എന്ന് പറയുന്നത്? ഹൈഡ്രജൻ എന്ന വാതകം കത്തുന്ന വാതകമാണ്. നമുക്ക് സദാസമയം വെളിച്ചം നൽകിക്കൊണ്ടിരിക്കുന്ന, ലോകത്തിന് മുഴുവൻ പ്രകാശം നൽകുന്ന സൂര്യൻ, ആ സൂര്യന് അധികരിച്ച അളവിലുള്ള ഒരു വാതകമാണ് ഈ ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ഹൈഡ്രജനും ഹീലിയവും ചേർന്നുകൊണ്ടാണ് സൂര്യൻ ഇങ്ങനെ കത്തി ജ്വലിച്ചു നിന്നുകൊണ്ട് നമുക്ക് പ്രകാശം പരത്തുന്നത്. ആ കത്തുന്ന വാതകമായ ഹൈഡ്രജനും ഓക്സിജന്റെ സ്വഭാവം എന്താണ്? കത്താൻ സഹായിക്കുന്ന വാതകമാണ് ഓക്സിജൻ. ഓക്സിജൻ ഉണ്ടെങ്കിലേ ഒരു വസ്തുവിന് കത്താൻ സാധിക്കുകയുള്ളൂ, അത് കത്തുകയുള്ളൂ. ആ വസ്തുവിലേക്ക്, കത്തിക്കൊണ്ടിരിക്കുന്ന വസ്തുവിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഓക്സിജനെ നമ്മൾ തടുത്തു കഴിഞ്ഞാൽ, ഓക്സിജൻ അതിന് ലഭിച്ചില്ല എങ്കിൽ അതിന് പിന്നീട് കത്താൻ സാധിക്കില്ല. അപ്പോൾ കത്താൻ സഹായിക്കുന്ന വാതകമായ ഓക്സിജനും കത്തുന്ന വാതകമായ ഹൈഡ്രജനും ചേർന്നുകൊണ്ടുള്ള ഒരു മിശ്രിതം നമ്മുടെ ശരീരത്തിന്റെ കത്തൽ മാറ്റുന്നു. അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹം എത്ര വിശാലമാണ്! അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ശരീരത്തിന്റെ കത്തൽ മാറ്റിയത് കത്തുന്ന വാതകമായ ഹൈഡ്രജനും കത്താൻ സഹായിക്കുന്ന ഓക്സിജനും ചേർത്തുകൊണ്ടാണ്. ഈ വെള്ളത്തിന്റെ ഈ ഘടന, വെള്ളം ഹൈഡ്രജനും ഓക്സിജനും ചേർന്നുകൊണ്ടാണ് രൂപപ്പെട്ടത് എന്ന് ശാസ്ത്രം പിന്നീട് കണ്ടെത്തിയതാണ്. ഹെൻറി കാവൻഡിഷ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് ഇത് ഹൈഡ്രജനും ഓക്സിജനും ചേർന്നുകൊണ്ടാണ് വെള്ളം ഉണ്ടാകുന്നത് എന്ന് പരീക്ഷണത്തിലൂടെ അദ്ദേഹം കണ്ടെത്തിയത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ദാഹം മാറ്റിയ രൂപത്തെ നാം ഒന്ന് മനസ്സിരുത്തി ആലോചിച്ചു നോക്കൂ. നാം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ ഇതിനെപ്പറ്റി നാം ആലോചിക്കാറുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തിട്ടുള്ള അനുഗ്രഹം, നമ്മുടെ ശരീരത്തിന്റെ കറ്റത് മാറ്റാനായി അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുള്ള സംവിധാനത്തെ പറ്റി ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇതിനെപ്പറ്റി ചിന്തിച്ചാൽ, ഇതിനെപ്പറ്റി ആലോചിച്ചു കഴിഞ്ഞാൽ വെള്ളം കുടിച്ച വിശ്വാസിക്ക് പറയാതിരിക്കാൻ കഴിയുമോ? അൽഹംദുലില്ലാഹ്. അതുകൊണ്ടല്ലേ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്, ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ നിങ്ങൾ അല്ലാഹുവിനെ സ്തുതിക്കണേ, അൽഹംദുലില്ലാഹ് പറയണേ. കാരണം നാം അറിയാതെ നമ്മുടെ ശരീരത്തിൽ നിരവധിയായ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ നടക്കുന്നുണ്ട്. നാം പ്രത്യക്ഷത്തിൽ കാണാത്ത ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കായി സംവിധാനിച്ചിട്ടുണ്ട്. പ്രത്യക്ഷത്തിൽ കാണുന്ന അനുഗ്രഹങ്ങൾ അതിലുപരിയായി നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ നമ്മുടെ ശരീരത്തിന്റെ അകത്ത് നടക്കുന്ന മൈന്യൂട്ടായ അനുഗ്രഹങ്ങളെ പറ്റി നാം ബോധവാന്മാരായിരിക്കണം. അല്ലാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ തിട്ടപ്പെടുത്താൻ നമുക്കൊരിക്കലും സാധ്യമല്ല. ഒരു ശാസ്ത്രത്തിനും അതിന് സാധിക്കുകയില്ല. ശാസ്ത്രത്തിന് ഒരു പക്ഷേ ബഹിരാകാശത്തും ആകാശഗോളങ്ങളെ എണ്ണി തിട്ടപ്പെടുത്താൻ സാധിച്ചേക്കാം, ഗാലക്സികളുടെ എണ്ണമെടുക്കാൻ സാധിച്ചേക്കാം, അതിലുള്ള നക്ഷത്രങ്ങളുടെ സ്വഭാവത്തെ പറ്റി പഠിക്കാൻ സാധിച്ചേക്കാം, അതിന്റെ കണക്കെടുക്കാൻ സാധിച്ചേക്കാം, സമുദ്രത്തിൽ ആർത്ത് വരുന്ന തിരമാലകളുടെ കണക്കെടുക്കാൻ സാധിച്ചേക്കാം, കടൽ തീരത്തുള്ള മണൽത്തരിയുടെ കണക്കെടുക്കാൻ സാധിച്ചേക്കാം. പക്ഷേ ലോക സൃഷ്ടാവായ എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള, ഈ ലോകത്ത് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ വഇൻ തഉദ്ദൂ നിഅമതല്ലാഹി ലാ തുഹ്സൂഹാ. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ നിങ്ങൾ കണക്കാക്കിയാൽ നിങ്ങൾക്കതിനെ കണക്കാക്കാൻ സാധിക്കുകയില്ല, എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കുകയില്ലെന്ന് ഖാല അല്ലാഹു അസ്സ വജൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള അത്രയും വിശാലമായ, നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത അനുഗ്രഹങ്ങൾ നമ്മുടെ ശരീരത്തിൽ അല്ലാഹു ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ആ ശരീരത്തിന്റെ ചെറിയൊരു അവയവമായ ഹൈപ്പോതലാമസിന്റെ പ്രവർത്തനം മാത്രമാണ് നാം ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചത്. നമ്മുടെ ശരീരത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട വ്യവസ്ഥയാണ് നമ്മുടെ നാഡീ വ്യവസ്ഥ എന്ന് പറയുന്നത്. നെർവസ് സിസ്റ്റം നമ്മുടെ ശരീരത്തിന് വേണ്ട സന്ദേശങ്ങൾ നൽകിക്കൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഏതെങ്കിലും ഒരു വസ്തു വല്ല നിലക്കും സ്പർശിച്ചാൽ നമ്മുടെ ശരീരത്തിന് സന്ദേശം നൽകും. നെർവ് ഇമ്പൾസസ് നമ്മുടെ ശരീരത്തിൽ നിന്ന് നേരെ നമ്മുടെ തലച്ചോറിലേക്ക് പോയിക്കൊണ്ട് ആ നെർവസ് സിസ്റ്റം, നാഡീ വ്യവസ്ഥ പ്രവർത്തിച്ചു കൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു വസ്തു സ്പർശിച്ചാൽ, നമ്മുടെ ശരീരത്തിൽ തട്ടിയാൽ നാം തിരിച്ചറിയുന്നത് ആ വ്യവസ്ഥയുടെ പ്രവർത്തനം കൊണ്ടാണ്.
അത് പറയുമ്പോൾ നാം ആലോചിക്കേണ്ടത്, നാം ഇന്ന് ആധുനിക സൗകര്യങ്ങളിൽ ജീവിക്കുമ്പോൾ, ആധുനിക സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി ജീവിക്കുമ്പോൾ, ഇന്നത്തെ ഇന്റർനെറ്റിന്റെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ, അവിടെ നാം സൂപ്പർ കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ചുകൊണ്ട് സന്ദേശങ്ങൾ കൈമാറുമ്പോൾ, 5G സ്പീഡ് നെറ്റ്വർക്കിൽ നാം സന്ദേശങ്ങൾ കൈമാറുമ്പോൾ, അതിനെയെല്ലാം കവച്ചു വെച്ചുകൊണ്ട്, അതിനെയെല്ലാം മറികടന്നുകൊണ്ട്, ആ സൂപ്പർ കമ്പ്യൂട്ടറുകളെക്കാളും കൃത്യതയിലും വേഗതയിലുമാണ് നമ്മുടെ ശരീരത്തിലെ സന്ദേശങ്ങൾ പ്രവർത്തിക്കുന്നത്. നമ്മുടെ ശരീരത്തിലെ നെർവസ് സിസ്റ്റം, നമ്മുടെ ശരീരത്തിലെ നാഡീവ്യവസ്ഥ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഏതൊരു സൂപ്പർ കമ്പ്യൂട്ടറിനെയും വെല്ലുന്ന രീതിയിൽ കൃത്യതയോടെയും വേഗതയിലുമാണ്. ആ വേഗതയെങ്ങാനും നഷ്ടപ്പെട്ടാൽ, ആ കൃത്യതയെങ്ങാനും നഷ്ടപ്പെട്ടാൽ നമുക്ക് പിന്നീട് പ്രതികരിക്കാൻ സാധിക്കുകയില്ല. നാം നമ്മുടെ സിസ്റ്റങ്ങൾ ഉപയോഗിക്കുമ്പോൾ, ആധുനിക സൗകര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ, മൊബൈൽ ഫോണോ ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ ഉപയോഗിക്കുമ്പോൾ ചില സമയങ്ങളിൽ നമുക്ക് ഹാങ് അനുഭവപ്പെടാറുണ്ട്. അതിൻ്റെ പ്രവർത്തനം ഒന്ന് സാവധാനത്തിലാകാറുണ്ട്. ആ ഹാങ് എങ്ങാനും നമ്മുടെ ശരീരത്തിൻ്റെ നാഡീ വ്യവസ്ഥയിൽ അനുഭവപ്പെട്ടാൽ, നമ്മുടെ നെർവസ് സിസ്റ്റം ഹാങ് ആയി പോയാൽ പിന്നീട് നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? ഒരു ഹാങ് പോലും വരുത്താതെ പരിശുദ്ധവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നാഡീ വ്യവസ്ഥയെ പ്രവർത്തിപ്പിച്ചത് കൊണ്ടല്ലേ നമുക്ക് സുഖകരമായി ജീവിക്കാൻ സാധിക്കുന്നത്. നമ്മുടെ ശരീരത്തിലേക്ക് വരുന്ന സാധനങ്ങളെ പ്രതിരോധിച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തിനെതിരെ പ്രതികരിക്കാൻ സാധിക്കുന്നത് ആ പ്രവർത്തനത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല സുഗമമായി നടത്തിയത് കൊണ്ടല്ലേ. പ്രിയമുള്ളവരെ, ഈ അല്ലാഹുവിന്റെ അനുഗ്രഹം ആലോചിച്ചു നോക്കിയാൽ, അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ള സൗകര്യങ്ങൾ ചിന്തിച്ചാൽ, പിന്നീട് ഏതൊരു മനുഷ്യനാണ് അല്ലാഹുവിനെ നിഷേധിക്കാൻ കഴിയുക? അല്ലാഹുവിന്റെ കൽപ്പനകളെ ധിക്കരിക്കാൻ അവനക്ക് എങ്ങനെയാണ് സാധിക്കുന്നത്? ഈ ഒരു സിസ്റ്റം നമ്മുടെ ശരീരത്തിൽ കൃത്യമായി പ്രവർത്തിച്ചില്ല എങ്കിൽ നമുക്ക് പിന്നെ നമ്മുടെ ജീവിതം തന്നെ അവതാളത്തിലായി പോകും. നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന, ശരീരത്തിൽ അങ്ങോളം ഇങ്ങോളം കിടക്കുന്ന ഞരമ്പുകളുടെ അവസ്ഥയെപ്പറ്റി നിങ്ങൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? ആ ഞരമ്പുകൾ നമ്മുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലായി, പല വിധത്തിലായി അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിരിക്കുകയാണ്. രക്തത്തിനെ, ബ്ലഡിനെ അതിന് വേണ്ട സ്ഥലത്തേക്ക് എത്തിക്കാനും തിരിച്ചും, ഹൃദയത്തിൽ നിന്ന് രക്തം പമ്പ് ചെയ്യുമ്പോൾ അത് ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്ക് എത്തിക്കാനും തിരിച്ച് അത് നമ്മുടെ ഹൃദയത്തിലേക്ക് തന്നെ, ഹാർട്ടിലേക്ക് തന്നെ എത്തിക്കാനും പ്രവർത്തിക്കുന്ന നമ്മുടെ ശരീരത്തിന്റെ ആ ഞരമ്പിന്റെ അവസ്ഥ, ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഏകദേശം അവന്റെ ശരീരത്തിൽ ഉണ്ടായിട്ടുള്ള ആ ഞരമ്പുകളെ പുറത്തെടുത്തുകൊണ്ട് നീളത്തിൽ ഇങ്ങനെ വെച്ചാൽ ഏകദേശം 70-ലധികം കിലോമീറ്ററുകൾ, 72ഓളം കിലോമീറ്ററുകൾ നീളം വരുമെന്നാണ് ശാസ്ത്രം പറയുന്നത്. ഒരു മനുഷ്യന്റെ ശരീരത്തിലുള്ള ഞരമ്പുകളെയെല്ലാം പുറത്തെടുത്തുകൊണ്ട് ഇവിടെ നിന്ന് തുടങ്ങിയ നീളത്തിനങ്ങനെ നീളത്തിൽ വെച്ചാൽ 72 കിലോമീറ്ററുകൾ അപ്പുറത്തായിരിക്കും ആ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഞരമ്പിന്റെ അറ്റമുണ്ടായിരിക്കുക. അത്രത്തോളം വിശാലമായ കിലോമീറ്ററുകൾ വ്യാപ്തിയുള്ള ആ ഞരമ്പാണ് നമ്മുടെ ശരീരത്തിൽ അല്ലാഹു ഒരു തട്ടലോ മുട്ടലോ ചീറ്റലോ പോറലോ ഏൽക്കാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുള്ളത്. അതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ നാം ചെറിയൊരു ഉദാഹരണം മനസ്സിലാക്കിയാൽ മതി. നാം നമ്മുടെ വീടിന്റെ സമീപത്തുള്ള, വീടിന്റെ മുമ്പിലുള്ള പൂന്തോട്ടം നനക്കുകയാണെന്ന് വിചാരിക്കുക. ഒരു പൈപ്പെടുത്തുകൊണ്ട് നാം അതിനാ പൂക്കളെ പൂന്തോട്ടം ഇങ്ങനെ നനച്ചുകൊണ്ടിരിക്കുകയാണ്. കേവലം മീറ്ററുകൾ മാത്രം നീളമുള്ള പൈപ്പ് കൊണ്ട് നാം പൂന്തോട്ടം നനച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പൈപ്പിന്റെ ഏതെങ്കിലും ഒരു വശത്ത് ഒരു ചുളിവ് അനുഭവപ്പെട്ടാൽ, അതെങ്ങാനും മടങ്ങിപ്പോയാൽ നമ്മുടെ ആ പ്രവർത്തനം അവിടെ തടസ്സപ്പെടുകയാണ്. നമ്മുടെ പൈപ്പിൽ നിന്ന് പിന്നീട് വെള്ളം പുറത്തേക്ക് വരുന്നില്ല. ഇങ്ങനെയാണ് അതിന്റെ അവസ്ഥയെങ്കിൽ കിലോമീറ്ററുകൾ നീളത്തിൽ കിടക്കുന്ന നമ്മുടെ ശരീരത്തിന്റെ ഞരമ്പുകളെ ഒരു മടക്കോ ചുളിവോ ഏൽക്കാതെ, ഒരു പോറലുമേൽക്കാതെ സംവിധാനിച്ചിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര പരിശുദ്ധവാനാണ്. അൽഹംദുലില്ലാ എന്ന് പറയാതിരിക്കാൻ കഴിയുമോ? അല്ലാഹുവിനെ ഓർക്കാതിരിക്കാൻ കഴിയുമോ? പ്രിയമുള്ളവരെ, ഈ അനുഗ്രഹങ്ങളെല്ലാം ശിരസാവഹിച്ചുകൊണ്ടാണ്, ഈ അനുഗ്രഹങ്ങളെല്ലാം ശരീരത്തിൽ മുറുകെ പിടിച്ചുകൊണ്ടാണ് നാം ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാഹുവിനെ ധിക്കരിച്ചുകൊണ്ട്, അവന്റെ കൽപ്പനകൾക്കെതിരെ പ്രവർത്തിച്ചുകൊണ്ട് നാം ജീവിക്കുന്നത്. അവൻ നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെല്ലാം മുറുകെ പിടിച്ചുകൊണ്ടാണ്. നമ്മുടെ ശരീരത്തിലെ ഹൃദയത്തിന്റെ പ്രവർത്തനം,
ഹാർട്ട് എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ ഈ ഭൂലോകത്തേക്ക് ജനിച്ചു വീണത് മുതൽ അവൻ മരിക്കുന്നത് വരെ ഒരു നിമിഷം പോലും, ഒരു സെക്കൻഡ് പോലും വിശ്രമമില്ലാതെ, ഒരു സെക്കൻഡ് പോലും പ്രവർത്തനരഹിതമായി നിൽക്കാതെ സദാസമയവും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അവയവമാണല്ലോ നമ്മുടെയൊക്കെ ഹൃദയം എന്ന് പറയുന്നത്. മനുഷ്യൻ നിർമ്മിച്ചിട്ടുള്ള ഏതൊരു ഉപകരണമാണ് നമുക്കിങ്ങനെ പ്രവർത്തിപ്പിക്കാൻ സാധിക്കുക, എടുത്തു കാണിക്കാൻ സാധിക്കുക? മനുഷ്യൻ നിർമ്മിച്ചതെടുത്ത് പരിശോധിച്ചാലും കേവലം വർഷത്തിൽ ഒരിക്കലെങ്കിലും അതിന് സർവീസ് നടത്തേണ്ടി വരും. അതിന്റെ സ്ക്രൂ എങ്കിലും ടൈറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഒന്നുമില്ലെങ്കിൽ അതിന് ഓയിലെങ്കിലും കൊടുക്കേണ്ടി വരും. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ശരീരത്തിൽ സംവിധാനിച്ചിട്ടുള്ള ഹൃദയമുണ്ടല്ലോ, അത് മനുഷ്യൻ ഭൂലോകത്തേക്ക് ജനിച്ചു വീണത് മുതൽ അവൻ മരിക്കുന്നത് വരെ ഒരു വിശ്രമവുമില്ലാതെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം നമ്മുടെ ശരീരത്തിലെ ഹൃദയം എത്ര തവണ മിടിക്കുന്നുണ്ടെന്ന് നാം ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? നാം ജനിച്ച അന്ന് മുതൽ തുടങ്ങിയതാണ് ആ ഹൃദയത്തിന്റെ മിടിപ്പ്. ഒരു നിമിഷം പോലും അല്ലാഹു അത് നിർത്തിവെച്ചിട്ടില്ല. ഒരു നിമിഷം പോലും ആ ഹൃദയത്തിന്റെ പ്രവർത്തനം അല്ലാഹു നിർത്തിവെച്ചിട്ടില്ല. അങ്ങനെ എങ്ങാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചാൽ ആ ഹൃദയത്തിന്റെ പ്രവർത്തനം ഒരല്പനേരം നിർത്തിവെക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചാൽ പിന്നീട് നമുക്ക് ജീവിക്കാൻ സാധിക്കുമോ? നാം ഇന്ന് അഹന്തതയോടെ അഹങ്കരിച്ചുകൊണ്ട് അല്ലാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് നടക്കുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ ശരീരത്തിലെ ഹൃദയത്തിന്റെ പ്രവർത്തനമെങ്ങാനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരൽപ്പ നിമിഷത്തേക്ക് നിർത്തിവെക്കാൻ തീരുമാനിച്ചാൽ പിന്നീട് നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല. പിന്നീട് നമ്മുടെ പേര് മാറി മയ്യത്തെന്നാകുന്നതാ. ഇതുപോലെ നമ്മുടെ ശരീരത്തിന്റെ ഏത് അവയവമെടുത്ത് പരിശോധിച്ചാലും നമ്മുടെ ശരീരത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട അവയവമാണ് കിഡ്നി എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഫിൽട്ടറായി സംവിധാനിച്ചിട്ടുള്ളതാണ് ഈ കിഡ്നി എന്ന് പറയുന്നത്. അതിന്റെ സിസ്റ്റം, അതിന്റെ പ്രവർത്തനം എടുത്ത് പരിശോധിച്ചാൽ നമ്മുടെ ശരീരത്തിൽ ഓടുന്ന രക്തത്തെ മുഴുവൻ ശുദ്ധീകരിച്ചുകൊണ്ട് ശരീരത്തിന് വേണ്ട രീതിയിൽ അതിനെ പരിപോഷിപ്പിക്കുന്ന പ്രവർത്തനം നടക്കുന്ന ഒരു ഫിൽട്ടറായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അവയവമാണല്ലോ നമ്മുടെ കിഡ്നി. അതിന്റെ സൂക്ഷ്മമായ അരിപ്പകളിലൂടെ, വളരെ ചെറിയ മൈന്യൂട്ടായ അരിപ്പകളിലൂടെ രക്തത്തെ കടത്തിവിട്ടുകൊണ്ട് രക്തം ശുദ്ധീകരിച്ചുകൊണ്ട് ശരീരത്തിന് വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നു. അതിന്റെ പ്രവർത്തനം തടസ്സപ്പെട്ടാൽ, അതിന്റെ പ്രവർത്തനത്തിന് എന്തെങ്കിലും കേട് സംഭവിച്ചാൽ പിന്നീട് നമ്മുടെ പേര് കിഡ്നി പേഷ്യന്റ് എന്നാണ്. നമുക്ക് ഡയാലിസിസിന് വേണ്ടി ആശുപത്രി വരാന്തകളിൽ ക്യൂ നിൽക്കേണ്ടി വരും, പണം ചെലവഴിക്കേണ്ടി വരും, വേദന സഹിക്കേണ്ടി വരും. ആ വേദന സഹിച്ചുകൊണ്ട്, പണം ചെലവഴിച്ചുകൊണ്ട് നാം ഡയാലിസിസ് ചെയ്തുകൊണ്ട് നമ്മുടെ ശരീരത്തിലെ രക്തം ശുദ്ധീകരിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ഒരു വേദനയും അറിയാതെ, ഒരു ചില്ലിക്കാശ് ചെലവില്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള ആ അവയവത്തിന്റെ പ്രവർത്തനത്തെ നാം ആലോചിക്കേണ്ടേ. നാം ഉറങ്ങുമ്പോൾ അത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു, നാം ഉണരുമ്പോഴും അത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. നാം എന്ത് പ്രവൃത്തി ചെയ്താലും ഒരു തടസ്സം കൂടാതെ അതിന്റെ പ്രവൃത്തി കൃത്യമായി നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. അല്ലാഹു അതിനെങ്ങാനും ഒരു നിമിഷം നിർത്തിവെക്കാൻ തീരുമാനിച്ചാൽ, നാം അല്ലാഹുവിനെ തെറ്റ് ചെയ്യുമ്പോൾ, നാം നമ്മുടെ കണ്ണുകൊണ്ട് അല്ലാഹുവിനെ തെറ്റ് ചെയ്യുന്നു, പക്ഷേ ആ കണ്ണിന്റെ കാഴ്ച അല്ലാഹു ഇതുവരെ തിരിച്ചെടുത്തിട്ടില്ല. നാം നാവ് കൊണ്ട് അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറയുന്നു, പക്ഷേ ഇന്നേ വരെ നാവിന്റെ കഴിവിനെ അല്ലാഹു തിരിച്ചെടുത്തിട്ടില്ല. നാം നമ്മുടെ കൈ കൊണ്ട് അല്ലാഹുവിനെതിരെ തെറ്റ് ചെയ്തു, പക്ഷേ ഇന്ന് വരെ ആ കൈയിന്റെ ഒരു കഴിവിന് പോലും അല്ലാഹു കുറവ് വരുത്തിയിട്ടില്ല. നമ്മുടെ കാല് കൊണ്ട് അല്ലാഹു വെറുക്കുന്ന കാര്യങ്ങളിലേക്ക്, അല്ലാഹു ഇഷ്ടപ്പെടാത്ത കാര്യത്തിലേക്ക്, അവന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഷ്ടപ്പെടാത്ത കാര്യത്തിലേക്ക് ഒരുപാട് സഞ്ചരിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നേ വരെ വർഷങ്ങളായി നാം ഇവിടെ ജീവിക്കുന്നു, ആ കാലിന്റെ പ്രവർത്തനത്തിൽ നിന്ന് ഒരു കുറവ് പോലും അല്ലാഹു വരുത്തിയിട്ടില്ല. അല്ലാഹു നമുക്ക് അനുഗ്രഹങ്ങൾ വീണ്ടും വീണ്ടും ചെയ്തു തരികയാണ്. ഒരു കുറവും വരുത്താതെ, ഒരു പോറലും ഏൽപ്പിക്കാതെ എല്ലാ അവയവങ്ങളെയും കൃത്യമായി പ്രവർത്തിപ്പിച്ചുകൊണ്ട് അല്ലാഹു നമുക്ക് അനുഗ്രഹം ചെയ്തു തരുമ്പോ പ്രിയമുള്ള നിങ്ങളെ, എങ്ങനെയാണ് നമുക്ക് അല്ലാഹുവിനെ ധിക്കരിക്കാൻ സാധിക്കുക? എങ്ങനെയാണ് അല്ലാഹുവിനെ സ്തുതിക്കാതെ നമ്മൾക്ക് കടന്നു പോകാൻ സാധിക്കുക? ഈ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുള്ള ഈ
പ്രവർത്തനങ്ങളെ ഒരാൾ മനസ്സിലാക്കിയാൽ, ഒരു വിശ്വാസി തിരിച്ചറിഞ്ഞാൽ, പിന്നെ അള്ളാഹുവിനെ സ്തുതിക്കാതെ ഒരു നിമിഷം പോലും അവനക്ക് കടന്നു പോകാൻ സാധിക്കുകയില്ല. നാം ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് നമ്മുടെ കൈ അനക്കണമെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് ചെയ്തു തരണം. ആ എഴുന്നേറ്റ് നിന്നിടന്ന് ഇരിക്കണമെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് ചെയ്തു തരണം. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തരുന്ന അനുഗ്രഹങ്ങളെല്ലാം ഒരു കുറവും വരുത്താതെ, ഒരു പോറലും ഏൽക്കാതെ വർഷങ്ങളായി നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. ആ അനുഗ്രഹത്തിന് നന്ദി ചെയ്യാൻ, അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കാൻ മുഅ്മിനെ നമുക്ക് സാധിക്കുന്നുണ്ടോ? നാം പറയും ഇന്നത്തെ കാലം ഇങ്ങനെയൊക്കെയാണ്, ഇന്നത്തെ കാലത്ത് ഇത്രയൊക്കെ സാധിക്കുകയുള്ളൂ. എന്നാൽ നമ്മുടെ മുൻഗാമികളുടെ ജീവിതം നമുക്ക് മാതൃകയാണ്. അവരെങ്ങനെയാണ് നമുക്ക് ജീവിച്ചുകൊണ്ട് മാതൃക കാണിച്ചു തന്നത്? അപ്പോൾ അത് അവരുടെ കാലത്തല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കില്ല. കാരണം നമ്മളെക്കാൾ പ്രയാസവും പ്രതിസന്ധിയും പ്രതിബന്ധങ്ങളെയും മറികടന്നുകൊണ്ടാണ് അള്ളാഹുവിന് വേണ്ടി അവർ ജീവൻ ബലിയർപ്പിച്ചത്, അള്ളാഹുവിന് വേണ്ടി അവർ ജീവൻ മാറ്റിവെച്ചത്. നമ്മെക്കാൾ വലിയ പ്രയാസങ്ങളും നമ്മെക്കാൾ വലിയ പ്രതിബന്ധങ്ങളെയും മറികടന്നുകൊണ്ടാണ്. അറിയുമല്ലോ, മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബി. ആ സ്വഹാബിയെ ശത്രുക്കൾ പിടിച്ചുകൊണ്ടുപോയി കഴുമരത്തിന്റെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, അല്ലയോ ഹുബൈബേ, നിനക്ക് നിന്റെ ജീവിതത്തിൽ കൊതിയുണ്ടാവില്ലേ? നിനക്ക് ജീവിക്കാൻ കൊതിയുണ്ടോ? എന്നാൽ ഞങ്ങൾ നിന്നെ വെറുതെ വിടാം. പക്ഷേ നീ ഒരൊറ്റ കാര്യം മാത്രം ചെയ്താൽ മതി. നിന്റെ ഹബീബിനെ, നിന്റെ പ്രവാചകനെ ഒന്ന് തള്ളി പറഞ്ഞുകൊണ്ട് നിന്റെ ഈ സ്ഥാനത്ത് നിന്റെ പ്രവാചകനെ ഒന്ന് നീ സങ്കല്പിച്ചാൽ മതിയെന്ന് മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനോട് ശത്രുക്കൾ പറഞ്ഞപ്പോൾ, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നാം മനസ്സിരുത്തി ആലോചിക്കണം. മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹു ശത്രുക്കളോട് പറഞ്ഞതെന്താ? മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ജീവിതം നഷ്ടപ്പെടുമെന്ന ഭയമുണ്ടായിട്ടും ജീവൻ പണയം വെച്ചുകൊണ്ട് മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ശത്രുക്കളുടെ മുഖത്ത് നോക്കി ഗർജിക്കുന്ന സിംഹത്തെ പോലെ പറയുകയാണ്, എൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എൻ്റെ ഈ സ്ഥാനത്ത് ആകുന്നത് പോയിട്ട് അവിടുത്തെ ആ പരിശുദ്ധമായ കാലിൽ ഒരു ചെറിയ മുള്ള് തറക്കുന്നത് പോലും ഞാൻ ഇഷ്ടപ്പെടുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ജീവൻ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചില്ലയോ? നമുക്ക് തടസ്സമായിട്ട് നിൽക്കുന്നതെന്താ? നമ്മുടെ ശരീരത്തിന്റെ ഇഷ്ടങ്ങൾ മാത്രമാണ്. നമ്മുടെ ശരീരം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ ശരീരത്തിന്റെ ഇച്ഛകൾ, അത് മാത്രമാണ് നമുക്കിന്ന് പ്രയാസമായിട്ടുള്ളത്. നമുക്ക് അവരെ പോലെ മരണം ഭയമില്ല. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കാൻ, അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് കൊണ്ട് ജീവിക്കാൻ നമുക്ക് മരണത്തെ പേടിക്കേണ്ടതില്ല. നമുക്ക് അത്തരം ശത്രുക്കളുടെ ശല്യമില്ല. പക്ഷേ നമുക്ക് തടസ്സമായി നിൽക്കുന്നത് നമ്മുടെ മനസ്സിന്റെ ഇഷ്ടങ്ങൾ, നമ്മുടെ ശരീരത്തിന്റെ ഇഷ്ടങ്ങൾ മാത്രമാണ്. നാം ശരീരം ഇച്ഛിക്കുന്ന കാര്യത്തിന്റെ പിന്നാലെ പോകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടത്തെ മാനിക്കാൻ നമുക്ക് സമയം ലഭിക്കുന്നില്ല. അള്ളാഹുവിന്റെ കൽപ്പനകളെ പരിഗണിക്കാൻ നമുക്ക് കഴിയുന്നില്ല. അള്ളാഹുവും അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പറഞ്ഞു തന്ന ആ മാർഗം പിന്തുടരാൻ നമുക്ക് കഴിയുന്നില്ല. നമ്മുടെ ഇഷ്ടങ്ങളെയാണ് നാം അവിടെ മുൻതൂക്കം നൽകുന്നത്. പ്രിയമുള്ളവരെ, മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം ഒരു ദിവസം മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിക്കുകയാണ്, അല്ലയോ ജിബ്രീൽ, എനിക്ക് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ആരാധന നിർവഹിക്കുന്ന, അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇബാദത്ത് ചെയ്യുന്ന മനുഷ്യനെ ഒന്ന് കാണിച്ചു തരണം. ഉടനെ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം യൂനുസ് നബിയെ കൂട്ടിക്കൊണ്ട് പുറപ്പെടുകയാണ്. അങ്ങനെ ഒരു മനുഷ്യന്റെ സമീപത്തെത്തി. ആ മനുഷ്യനെ അവർ നോക്കുമ്പോൾ ആ മനുഷ്യന് 2 കൈകളുമില്ല, ആ മനുഷ്യന് 2 കാലുകളുമില്ല. ആ മനുഷ്യൻ അവിടെ നിന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അല്ലാഹുവേ, നീ ഇഷ്ടപ്പെട്ടപ്പോൾ, നീ ആഗ്രഹിച്ചപ്പോൾ ഈ കൈ കൊണ്ട് എനിക്ക് നീ സുഖം നൽകി. നീ ഇഷ്ടപ്പെട്ടപ്പോൾ, നീ ഉദ്ദേശിച്ചപ്പോൾ എൻ്റെ കാലുകൊണ്ട് നീ എനിക്ക് സുഖം നൽകി. നീ ആഗ്രഹിച്ചപ്പോൾ നീ അത് തിരിച്ചെടുക്കുകയും ചെയ്തു. എൻ്റെ കൈയിനെയും കാലിനെയും നീ തിരിച്ചെടുക്കുകയും ചെയ്തു. നിന്നിൽ എനിക്ക് ഇനിയും പ്രതീക്ഷ ബാക്കിയാണ് എന്ന് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം യൂനുസ് നബി അലൈഹിസ്സലാം അവിടെ ചെന്നപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
ഇത് കേട്ട യൂനുസ് നബി അലൈഹിസ്സലാം ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറഞ്ഞു, അല്ലയോ ജിബ്രീൽ, ഞാൻ പറഞ്ഞത് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇബാദത്ത് ചെയ്യുന്ന, സദാ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന, എപ്പോഴും നോമ്പെടുത്തു കൊണ്ടിരിക്കുന്ന മനുഷ്യനെ കാണിച്ചു തരാനാണല്ലോ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടത്. അപ്പോൾ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഇദ്ദേഹം ഈ അവസ്ഥയിലാകുന്നതിൻ്റെ മുമ്പ്, ഈ പ്രയാസം വരുന്നതിൻ്റെ മുമ്പ് അദ്ദേഹം അങ്ങനെയായിരുന്നു. സദാ നിസ്കരിച്ചുകൊണ്ട് സദാ നോമ്പെടുത്തുകൊണ്ട് ജീവിച്ചിരുന്ന ആളായിരുന്നു. എന്നിട്ട് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, എനിക്കിപ്പോൾ അല്ലാഹു നിർദ്ദേശം നൽകിയിരിക്കുന്നു, എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, ആ മനുഷ്യന്റെ 2 കണ്ണിനെയും എടുത്തു കളയാൻ, ആ കണ്ണുകളുടെ കാഴ്ച ശക്തിയെ എടുത്തു കളയാൻ അല്ലാഹു എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. ഉടനെ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ 2 കണ്ണുകളിലേക്ക് ഇശാറത്താക്കുകയാണ്. അതോടെ അദ്ദേഹത്തിന്റെ 2 കണ്ണും നഷ്ടപ്പെടുകയാണ്. അദ്ദേഹത്തിന് പിന്നീടൊന്നും കാണാൻ സാധിക്കുന്നില്ല. ഉടനെ ആ മനുഷ്യൻ ഉറക്കെ വിളിച്ചു പറയുകയാണ്, അല്ലാഹുവേ, നീ ഇഷ്ടപ്പെട്ടപ്പോൾ, നീ ആഗ്രഹിച്ചപ്പോൾ ആ കണ്ണുകൊണ്ട് നീ എനിക്ക് സുഖം നൽകി, നീ ആഗ്രഹിച്ചപ്പോൾ ആ കണ്ണിനെ നീ തിരിച്ചെടുക്കുകയും ചെയ്തു. പ്രിയമുള്ളവരെ, നാം ആലോചിക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെറിയൊരു പരീക്ഷണം തരുമ്പോഴേക്ക് അല്ലാഹുവിനെ വെറുക്കുന്ന, അല്ലാഹുവിനെ കുറ്റം പറയുന്ന, അല്ലാഹുവിന്റെ ഇഷ്ടങ്ങൾക്കെതിരെ നിൽക്കുന്ന നാം ഈ മനുഷ്യന്റെ വാക്കുകൾ നാം മനസ്സിരുത്തി ആലോചിക്കണം. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, എന്നാൽ നമുക്ക് അല്ലാഹുവിനോട് ഒരുമിച്ച് ദുആ ചെയ്യാം. നിങ്ങൾ ദുആ ചെയ്യും, ഞങ്ങളും നിങ്ങളോട് കൂടെ ചേർന്നുകൊണ്ട് നമുക്ക് കൂടി അല്ലാഹുവിനോട് ദുആ ചെയ്യാം. അല്ലാഹു നിങ്ങളുടെ അവയവങ്ങൾ തിരിച്ചു തരുമല്ലോ, കൂടിയിരുന്ന് ദുആ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കുമല്ലോ. ഇത് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ തിരിച്ചു പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല എൻ്റെ അവയവങ്ങൾ നഷ്ടപ്പെടാനാണ് ഇഷ്ടപ്പെടുന്നത് എങ്കിൽ, എൻ്റെ കൈയും കാലും കണ്ണും ഊരിയെടുക്കാനാണ് അല്ലാഹു ഇഷ്ടപ്പെടുന്നതെങ്കിൽ, അതാണ് അവൻ്റെ തീരുമാനമെങ്കിൽ, ആ അവയവങ്ങളെ തിരിച്ചു വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആ അവയവങ്ങൾ നഷ്ടപ്പെടലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇത് കേട്ടതോടെ യൂനുസ് നബി പറഞ്ഞു, ഇതാണ് ലോകത്തിൽ ഏറ്റവും ഇബാദത്തുള്ള മനുഷ്യൻ. പ്രിയമുള്ളവരെ, അല്ലാഹുവിൻ്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി, അല്ലാഹുവിൻ്റെ ഇഷ്ടങ്ങൾക്ക് മുമ്പിൽ നമ്മുടെ ഇഷ്ടങ്ങളെ മാറ്റിവെക്കാൻ, അല്ലാഹുവിൻ്റെ ഇഷ്ടത്തെ പരിഗണിക്കാൻ, അല്ലാഹുവിൻ്റെ കൽപ്പനകൾക്ക് വഴിപ്പെടാൻ, അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കുന്നില്ലേ? നാം നമ്മുടെ ഇഷ്ടങ്ങളെ മുന്തിക്കുകയാണോ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ, മുമ്പ് സൂചിപ്പിച്ച അത്രയും വലിയ വിശാലമായ അനുഗ്രഹങ്ങൾ നമുക്ക് നൽകിയിട്ടും അല്ലാഹുവിനോട് നന്ദി കാണിക്കാൻ, അവന്റെ കൽപ്പനകൾക്ക് വഴിപ്പെടാൻ, അവന്റെ നിർദ്ദേശങ്ങളെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കുന്നില്ലയോ? പിന്നെ നമ്മൾ ജീവിക്കുന്നതിന് എന്തർത്ഥമാണുള്ളത്? നമ്മുടെ ജീവിതം അത്ര അർത്ഥശൂന്യമാണ്. നാം മനസ്സിരുത്തി ആലോചിക്കണം പ്രിയമുള്ളവരെ. നാം സൂചിപ്പിച്ച പോലെ നമ്മുടെ ശരീരത്തിന്റെ ഒരു തല മുതൽ മറ്റേ തല വരെ അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ വിശാലമായി, ഓരോ മൈന്യൂട്ടായ അനുഗ്രഹങ്ങളെയും നാം എടുത്ത് പരിശോധിച്ചാൽ അല്ലാഹുവിൻ്റെ ഒരൊറ്റ കൽപ്പനക്ക് പോലും എതിര് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. നാം തെറ്റ് ചെയ്യുമ്പോഴും അല്ലാഹു നൽകിയ നമ്മുടെ ശരീരത്തിൽ മിടിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിനെതിരെ ചെയ്യുമ്പോഴും നാം നേരത്തെ സൂചിപ്പിച്ച ആ കിഡ്നി നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. നാം കണ്ണുകൊണ്ട് തെറ്റ് ചെയ്യുമ്പോഴും കണ്ണിന്റെ കാഴ്ച അതേപടി അല്ലാഹു അവിടെ നൽകുകയാണ്. ഇങ്ങനെ അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ വെച്ചുകൊണ്ട് അല്ലാഹുവിനെതിരെ നാം പ്രവർത്തിക്കുമ്പോൾ, അല്ലാഹുവിന് നന്ദിയില്ലാത്ത അടിമയായി നമ്മൾ മാറിയാൽ നമ്മുടെ ജീവിതം പിന്നെ എന്ത് അർത്ഥമാണ് അതിനുള്ളത്? അല്ലാഹുവിന്റെ അടുക്കൽ എന്തായിരിക്കും നമ്മുടെ സ്ഥാനം? ആ അല്ലാഹു നൽകിയ ചെറിയൊരു അനുഗ്രഹത്തിന് പോലും നാം ഇത്രയും കാലം ചെയ്ത ഇബാദത്തുകളൊന്നും അതിനൊന്നും പകരമാവുകയില്ല. എന്നിട്ടും ഈ കാലത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട്, കാലത്തിനെ പഴിചാരിക്കൊണ്ട്, ഈ കാലത്ത് ഇത്രയൊക്കെയല്ലേ നടക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെല്ലാം സ്വീകരിച്ചുകൊണ്ട്, ഒരു അനുഗ്രഹവും വിടാതെ സ്വീകരിച്ചുകൊണ്ട്, അഹങ്കരിച്ച് അഹന്ത നടിച്ചുകൊണ്ട് വലിയ പ്രതാപിയായി നാം നടക്കുമ്പോൾ, അല്ലാഹുവിന്റെ കൽപ്പനകളെ ധിക്കരിക്കുമ്പോൾ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിർദ്ദേശങ്ങളെ പാലിക്കാതെ നാം ജീവിക്കുമ്പോൾ
പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ ശിക്ഷ നമ്മിൽ ഇറങ്ങുന്നത് നാം ഭയപ്പെടണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അവൻ നമുക്ക് ചെയ്തു തന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദിയുള്ള അടിമയായി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ശരീരത്തിന്റെ ഇച്ഛകളെ നാം പരിഗണിക്കാൻ പാടില്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശുദ്ധ ഖുർആനിലൂടെ ഉണർത്തിയതുപോലെ ഇന്നൻ നഫ്സ ലഅമ്മാറത്തും ബിസ്സൂ, മനുഷ്യന്റെ ശരീരം എപ്പോഴും തെറ്റുകൊണ്ട് കൽപ്പിക്കുന്നതാണ്, തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതാണ്. കൂടെ ഇബ്ലീസിന്റെ ശൈത്താന്റെ പ്രചോദനം കൂടി ലഭിക്കുന്നതോടെ നമ്മുടെ ശരീരം സദാ തെറ്റിലേക്ക് ചായ്ഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നാം നമ്മുടെ ശരീരത്തിൽ അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹം, അവന്റെ അനുഗ്രഹം കൊണ്ട് നാം ഇന്ന് ജീവിക്കുമ്പോൾ ആ അള്ളാഹുവിന് തെറ്റ് ചെയ്യാൻ പിന്നീട് നമുക്ക് സാധിക്കുമോ? നമ്മുടെ മനസ്സാക്ഷി അതിന് സമ്മതിക്കുമോ? അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അവൻ നമുക്ക് ചെയ്തു തന്ന നിഅമത്തുകളെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് അള്ളാഹുവിന് നന്ദിയുള്ള അടിമയായി ഓരോ അടക്കാനക്കത്തിലും അള്ളാഹുവിനെ അനുസരിക്കുന്ന, അള്ളാഹുവിന് നന്ദിയുള്ള അടിമയായി ജീവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നാം ഇവിടെ സ്മരിച്ച മഹാന്മാരാകുന്ന അസ്ഹാബുൽ ബദർ, അവരെല്ലാം അവരുടെ ജീവിതം അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ചവരായിരുന്നു. അവരവരുടെ ഇഷ്ടങ്ങളെ പരിഗണിച്ചില്ല. അവർക്കും നമ്മെ പോലെ ഇഷ്ടങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അവരവരുടെ ഇഷ്ടങ്ങളെക്കാൾ അള്ളാഹുവിന്റെ ഇഷ്ടത്തെ, അവന്റെ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇഷ്ടത്തെ പരിഗണിച്ചത് കൊണ്ട് അവർക്ക് അള്ളാഹു ഉന്നത സ്ഥാനം നൽകി. അവർ സ്വർഗത്തിൽ സുഖിച്ച് സ്വർഗത്തിലെ സുഖങ്ങൾ അനുഭവിച്ചുകൊണ്ട് കഴിയുന്ന വിഭാഗത്തിൽ അള്ളാഹു പെടുത്തി. അവരുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മൾക്ക് നന്നാക്കി തരട്ടെ. അവൻക്ക് നന്ദിയുള്ള അടിമയായി ജീവിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു തീർത്തു തരട്ടെ. പല രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ ഈ സദസ്സിലുണ്ട്. മഹാന്മാരാകുന്ന അസ്ഹാബുൽ ബദറിന്റെ ബറക്കത്ത് കൊണ്ട് അതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ശിഫയാക്കി കൊടുക്കട്ടെ. നമ്മുടെ ശരീരത്തിലെ എല്ലാ അസുഖങ്ങളും പരിപൂർണമായി അവന്റെ അനുഗ്രഹം കൊണ്ട് അവൻ നമുക്ക് ശിഫയാക്കി തരട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.